കേറ്ററ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് സൈക്കോളജിക്കും മാത്സിനുമായിരിക്കും. കാരണം എല്ലാവരും പറയുന്നത് അതായിരിക്കും പാട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെൻറ്ററുകാർ പഠിപ്പിക്കുന്നതും സൈക്കോളജി ആയിരിക്കും. സൈക്കോളജി ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. മറ്റു വിഷയങ്ങൾ തഴഞ്ഞ് ഏറ്റവും അവസാനമായിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കാറ്റഗറി 1 ആണെങ്കിൽ ഏറ്റവും പാടെന്ന് പറയുന്നത് സയൻസും മലയാളവും ഇംഗ്ലീഷുമാണ്. മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഗ്രാമർ ആണല്ലോ, എളുപ്പമാണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പരീക്ഷ ഹാളിൽ ആ ടെൻഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഉത്തരങ്ങൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെയധികം ആയിരിക്കും. കാരണം ഈ ഒരു സൈക്കോളജിയും മാത്സും അതുപോലെ തന്നെ സയൻസും എല്ലാം ചെയ്തിട്ട് വരുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറിലേക്കും മലയാളം ഗ്രാമറിലേക്കും കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരങ്ങൾ ചിലപ്പം ശരിയാണെന്ന് തോന്നുന്നത് പോലും നമ്മൾ തെറ്റിക്കാറുണ്ട്. ഇത് എന്നുള്ള സംശയങ്ങൾ വരാറുണ്ട്. നമ്മുടെ സമയം കുറേയൊക്കെ പോകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഇത് ഇംഗ്ലീഷ് ഗ്രാമറും അതുപോലെ മലയാളവും അതുപോലെ തന്നെ സയൻസ് എന്ന് പറഞ്ഞാൽ ജന്തുലോകത്തെ പറ്റി പഠിക്കണം, സസ്യലോകത്തെ പറ്റി പഠിക്കണം. ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കണം. നിസ്സാരമായിട്ട് കളയേണ്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. കറണ്ട് അഫെയർസ് വരെ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ് സയൻസ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ മുൻതൂക്കം കൊടുക്കേണ്ട ഇതിനാണ്. സൈക്കോളജി എല്ലാം നിങ്ങളിപ്പോൾ പഠിച്ച് സൈക്കോളജിയൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. സത്യം പറഞ്ഞാൽ സൈക്കോളജിയാണ് എളുപ്പമുള്ള വിഷയം അതിനകത്ത്. പിന്നെ മാത്സ് ചെയ്ത് തന്നെ പഠിക്കുക. എന്താ പറയുക, നമുക്ക് എക്സാമുകളിൽ ഇരുന്ന് ചെയ്താലും നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. നിസ്സാരമായിട്ടുള്ള മാത്സ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. നമുക്ക് വേണ്ടത് 90-ഉം 82 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ മറ്റു വിഷയങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുക.